الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اتقوا الله عباد الله. നല്ലവരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ പരമാവധി ശ്രമിക്കണമെന്നെന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജനങ്ങളുടെ നിലനിൽപ്പിന് ആധാരമാണെന്ന് രണ്ട് കാര്യങ്ങളെ കുറിച്ചാണല്ലോ അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. അതിലൊന്ന് പവിത്രമായ കഅബ മന്ദിരത്തിന്റെ സാന്നിധ്യമാണ്. ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസ്. ജനങ്ങളുടെ നിലനിൽപ്പിന് അല്ലാഹു കഅബയെ ആധാരമാക്കിയിരിക്കുന്നു. ഈ കാര്യം പെരുന്നാളിന് നാം ചർച്ച ചെയ്തു. രണ്ടാമത്തെ വിഷയം സമ്പത്താണ്. അല്ലാഹു പറഞ്ഞു, വലാ തുഅ്തു സുഫഹാഅ അംവാലകും അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായി അല്ലാഹു നിശ്ചയിച്ച സമ്പത്ത് നിങ്ങൾ അവിവേകികളുടെ കയ്യിൽ കൊടുക്കരുത്. സമ്പത്ത് ഒരു വലിയ വിഷയമാണ്. നമ്മളിപ്പോൾ അൽഹംദുലില്ലാഹ് നല്ല സമ്പദ് സമൃദ്ധിയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാമ്പത്തിക അവസ്ഥയുടെ ജീവനാഡി ഗൾഫാണ്, പശ്ചിമേഷ്യ. യുദ്ധം വീണ്ടും മൂർച്ഛിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ഏറ്റവും അനിവാര്യമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് നമ്മുടെ സാമ്പത്തിക അവസ്ഥ. നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച കാര്യം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. അല്ലാഹുവേ, സത്യനിഷേധത്തെ തൊട്ടും ദാരിദ്ര്യത്തെ തൊട്ടും ഞാൻ നിന്നോട് കാവല് ചോദിക്കുന്നു. കടത്തിലകപ്പെട്ടു പോവുക. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈൻ. മറ്റൊരു പ്രാർത്ഥനയിൽ കാണാം, കടത്തിന്റെ ആധിക്യം, ആളുകളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ ഒരു അവസ്ഥയെ തൊട്ട് നിന്നോട് കാവല് ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നമുക്ക് കാണാം. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുതിയ ജനറേഷനോട് ദാരിദ്ര്യത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ അവർക്കത് അറിയില്ല, ഒരു പരിചയമില്ല. എന്നാൽ ദാരിദ്ര്യം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയവർ മരിച്ചു തീർന്നിട്ടില്ല. 1970-കളിലും അതിന്റെ മുമ്പും
എന്തായിരുന്നു നമ്മുടെ ആ നാടിന്റെ അവസ്ഥ? കഞ്ഞിയും കപ്പയും ചക്കയും മുഖ്യാഹാരമായ ഒരു കാലം ഇന്ന് ഓർമ്മയുള്ളത് പോലെ നമ്മൾ ഓർക്കാറുണ്ട്. 2 നേരം ചോറ് വെക്കുന്ന വീട് അതൊരു ആഡംബരത്തിന്റെ ലക്ഷണമായി സാധാരണ കാണാറുള്ള ഒരവസ്ഥ അന്നുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതുപോലെ ജൂൺ ജൂലൈ മാസങ്ങളിൽ മഴ നിവർത്ത് പെയ്യുമ്പോൾ അതൊരു വറുതിയുടെ കാലമായിരുന്നു. കാരണം അന്നത്തെ സാമ്പത്തിക ജീവനാഡിയായ ജോലി, കൃഷി, ഇത് രണ്ടും നടക്കില്ലല്ലോ നല്ല മഴക്കാലത്ത്. അപ്പൊ ഒരു വറുതിയുടെ കാലമായി അത് കണ്ടിരുന്നു. കട്ട കൊണ്ട് നിർമ്മിച്ചിട്ട് ഓല വെച്ച് മേഞ്ഞ വീടും ഓലപ്പുരയും ഒരു 2 ജോഡി ഡ്രസ്സും ഉണ്ടെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെട്ടിരുന്ന കുടുംബങ്ങളായിരുന്നു നമ്മുടെ കുടുംബങ്ങൾ. എല്ലാ രോഗത്തിനും ഒരു ഡോക്ടറെ കാണുന്ന വലിയ ഹോസ്പിറ്റലുകളില്ലാത്ത കാലം, കോളറ, വസൂരി പോലുള്ള പകർച്ചവ്യാധി പടർന്നു പിടിച്ചിട്ട് മരിച്ചു വീഴുന്ന കാലം, ഇത് തൊട്ടടുത്ത് കഴിഞ്ഞു പോയതാണ്. ആ സമയത്താണ് ആത്മരക്ഷാർത്ഥം നാടുവിട്ട് ആളുകൾ പ്രവാസ ജീവിതം നയിക്കുന്നത്. അങ്ങനെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണമൊഴുകിയപ്പോ സമ്പത്ത് കുന്നുകൂടി, ഒരു പുതുജീവനുണ്ടായി. അങ്ങനെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും അതിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. വലിയ വലിയ വീടുകളായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്തിന്റെ അടയാളമായി പറഞ്ഞല്ലോ, കാലിന് ചെരുപ്പില്ലാത്ത, ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ യതതാവലൂന ഫിൽ ബുനിയാൻ, വലിയ കെട്ടിടമുണ്ടാക്കി അതിലൂടെ നടക്കുന്നത് നിനക്ക് കാണാം. അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നു. ഞങ്ങൾ പഠിച്ചില്ലെങ്കിലും ഞങ്ങളുടെ മക്കൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവാസികൾ നമുക്ക് സംഭാവന ചെയ്തു. വിപണികൾ ഉണർന്നു, ജ്വല്ലറികൾ ഉണ്ടായി, വലിയ വലിയ മാളുകൾ ഉണ്ടായി. അങ്ങനെ നമ്മളങ്ങ് മതിമറന്നുപോയി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മൽ ഫഖറു ഫവല്ലാഹി മൽ ഫഖറു അഖ്ശാ അലൈക്കും. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ നിങ്ങൾക്ക് ദാരിദ്ര്യമല്ല പേടിക്കുന്നത്. വഇന്നമാ അഖ്ശാ അലൈക്കും അദ്ദുനിയ അൻ തുബസത അലൈക്കും. ദുനിയാവിന്റെ ഒഴുക്ക്, പണത്തിന്റെ ആ വ്യാപനം നിങ്ങളിൽ ഉണ്ടാകുന്നതാണ് ഞാൻ പേടിക്കുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പണം കുന്നുകൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വീടുണ്ടാക്കുന്നത് താമസിക്കാനല്ല, മറിച്ച് ആഡംബരത്തിനും ആളുകളെ കാണിക്കുവാനുമായി നമ്മൾ വീടുണ്ടാക്കി. സമ്പാദ്യം മുഴുവനും വീടിന് വേണ്ടി ചെലവാക്കി. വീടിൽ നിന്ന് 5 പൈസ ഇങ്ങോട്ട് വരുമാനം കിട്ടുകയില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മറന്നുപോയി. അങ്ങനെ വലിയ വലിയ വീടുകൾ പണിതിട്ട് സമ്പാദ്യം മുഴുവനും ചെലവാക്കി, മതിയാകാഞ്ഞിട്ട് കടം വാങ്ങി അതും ചെലവാക്കി. ഇപ്പൊ ഏതാണ്ട് എല്ലാവരും വീടുണ്ടാക്കിയ വകയിൽ കടത്തിലാണ്. പിന്നൊന്നുള്ളത് കല്യാണം. കല്യാണത്തിന് ആഡംബര ഓഡിറ്റോറിയങ്ങൾ വേണം. ഒരു സാമ്പത്തിക മത്സരമായിട്ടാണ് കല്യാണം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ നടത്തിയതിനേക്കാൾ വലുത്. വാഹനത്തിന്റെ കാര്യവും അത് തന്നെ. അതിന്റെ പ്രധാന ഉദ്ദേശങ്ങളും ഒന്നുമല്ല മനസ്സിൽ കൊണ്ട് നടക്കുന്നത്, ആഡംബരമാണ് വിഷയം. എന്തിനാണ് ഒരു ഫോൺ വാങ്ങുകയാണെങ്കിൽ കയ്യിൽ പൈസ ഒന്നും വേണ്ട, EMI ഉണ്ടല്ലോ, ലോണുകൾ ഉണ്ടല്ലോ. അങ്ങനെ വരവിനേക്കാൾ കൂടുതൽ ലോൺ അടക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് വീണ്ടും വീണ്ടും നമ്മൾ ഓതിക്കൊണ്ടിരിക്കണം. ഫവല്ലാഹി മൽ ഫഖറു അഖ്ശാ അലൈക്കും. ഞാൻ ദാരിദ്ര്യമല്ല പേടിക്കുന്നത്. പണമുണ്ടായാൽ നിങ്ങളുടെ സ്വഭാവം മാറും, പണമുണ്ടായാൽ നിങ്ങളുടെ അവസ്ഥ മാറും. ഞാൻ അതാണ് പേടിക്കുന്നതെന്ന് നമ്മുടെ ആത്മീയ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തുമാത്രം അർത്ഥവത്താണ്. ഇന്ന് ഈ കടം വാങ്ങുക എന്ന് പറഞ്ഞത് ഒരു കുറ്റമല്ലല്ലോ. കുറെ കുറ്റകൃത്യങ്ങളുടെ പേരെണ്ണാൻ പറഞ്ഞ പലിശ വാങ്ങുക, കള്ളുടിക്കുക, ഗീബത്ത് പറയാ, നമീമത്ത് പറയാ, കടം വാങ്ങൽ എന്താ? തിരിച്ചു കൊടുക്കുന്നാൽ അത് വലിയ കുറ്റ. എന്തിനാ കടം വാങ്ങുന്നത്? അത്യാവശ്യത്തിനാണോ, ആവശ്യത്തിനാണോ, അനാവശ്യത്തിനാണോ ഒന്നും നോക്കുന്നില്ല. കടം വാങ്ങിയുടെ ഇപ്പൊ കടം തരാൻ വേണ്ടി ഇങ്ങോട്ട് വിളിക്കല്ലേ,
ബാഗൊക്കെ ലോൺ വേണോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഒന്ന് കിടക്കട്ടെ, വാങ്ങുക. നമ്മൾ അറിയേണ്ട വിഷയം, ഒരു ദിവസം സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബത്തെ, ഒരു വ്യക്തി പ്രതിരോധത്തിന് വേണ്ടി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ സേനയിൽ ചേർന്ന് ഷഹീദായി മരണപ്പെട്ടു പോയാൽ എല്ലാ തെറ്റും പൊറുക്കപ്പെട്ടു പോയി. ഷഹീദിന് എല്ലാ തെറ്റും പൊറുക്കപ്പെട്ടു പോയി. സഹാബത്ത് കേട്ട് ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ജിബ്രീൽ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, റസൂലേ, ഇല്ല ദൈൻ എന്ന് പറയണം, കടം പൊറുക്കൂല. ഷഹീദായാൽ പോലും കടം പൊറുക്കൂല എന്ന് പറയണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ മയ്യത്ത് കൊണ്ടുവന്ന് കിടത്തും. എന്തിന്? അവിടെ നിന്ന് നിസ്കരിച്ചു കിട്ടാൻ. എന്താണ് ആ ഭാഗ്യം? അള്ളാഹുവിന്റെ റസൂൽ ആ മയ്യത്ത് മുന്നിൽ വെച്ച് കയ്യും കട്ടി അള്ളാഹിനോട് പറയുന്നത്, അള്ളാഹ് നീ പുറത്തു കൊടുക്കണേ, കരുണ ചെയ്യണേ. അള്ളാഹ് പുറത്താതിരിക്കുവോ? അതിനു വേണ്ടി മയ്യത്ത് കൊണ്ട് വെക്കുമ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നത്, ഈ മനുഷ്യൻ വ്യഭിചരിച്ചിട്ടുണ്ടോ, അല്ലെ കള്ളുടിച്ചിട്ടുണ്ടോ, തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒന്നുമല്ല, ഈ മനുഷ്യന് കടണ്ടോ എന്നാണ്. ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വീടാനുള്ള മാർഗമുണ്ടോ? രണ്ടാമത്തെ ചോദ്യം. ഇല്ലാന്ന് പറഞ്ഞാൽ റസൂലിന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ റസൂല് അത് കൊടുത്ത് വീട്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കും. ഇല്ലെങ്കിൽ പറയും, സല്ലു അലാ സാഹിബിക്കും, നിങ്ങളെ കൂട്ടുകാരന്റെ മയ്യത്ത് നിങ്ങൾ തന്നെ നിസ്കരിച്ചോളി, അള്ളാന്റെ റസൂല് ഭാവിക്കും. ഇത് ഇസ്ലാമിന്റെ ആദ്യകാലത്ത് ബൈത്തുൽ മാല് വന്ന് ഖജനാവ് വന്നുമ്പോ അള്ളാന്റെ റസൂല് എല്ലാ മയ്യത്തിനും ഇമാമത്ത് തന്നു. കടം റസൂൽ ഏറ്റെടുത്തു. അദ്ദേഹത്തിന്റെ സ്വത്ത് നിങ്ങൾ ഭാഗിച്ചെടുത്തോടി, അഥവാ അനന്തരാവകാശികൾ, കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് നമസ്കരിക്കാറുണ്ടായിരുന്നു. പറഞ്ഞു വന്നത്, കടം അത്രയും വലിയ കുറ്റമാണ്. അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ പ്രവാസികളുടെ കുടുംബം പ്രത്യേകിച്ച് സാമ്പത്തിക അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും സാമ്പത്തിക അച്ചടക്കം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി കടം ഒഴിവാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ കിട്ടുന്നത് മുഴുവനും തീർക്കാതെ ഒരു എമർജൻസി ഫണ്ട്, അതിന് കുടുംബം തയ്യാറാകണം. ഒരു കരുതൽ ശേഖരം, ഇത് നിർബന്ധമാണ്. നമ്മുടെ ലൈഫിൽ, ജീവിതത്തിൽ അത്യാവശ്യമാണ്. കാരണം ദാരിദ്ര്യം എന്ന് പറയുന്നത് അതൊരു ചെറിയ വിഷയമല്ല. അതിനെ വിശകലനം ചെയ്യാൻ ഒരുപാട് ചിന്തകന്മാർ, ഒരുപാട് ദിശകൾ ഈ ലോകത്ത് ഉടലെടുത്തിട്ടുണ്ട്. അവരൊക്കെ ആലോചിച്ചിട്ടുണ്ട്, എന്താ ഈ ദാരിദ്ര്യം? ഇന്ന് ലോകം ഒരുപാട് പുരോഗമിച്ചല്ലോ എല്ലാ മേഖലകളിലും. എന്നിട്ടും ഇല്ലേ പട്ടിണി മരണം? എന്നിട്ടും ഇല്ലേ പ്രയാസങ്ങൾ? ഇതിന് പരിഹാരം കാണാൻ കഴിഞ്ഞോ ലോകത്ത്? കഴിഞ്ഞിട്ടില്ല. അതിനു വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ നടത്തി നോക്കി, പക്ഷെ എല്ലാം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം അല്ലാഹു തആല ഈ ലോകത്ത് എങ്ങനെയാണ് സമ്പത്ത് വിതരണം ചെയ്യുന്നത്? സമ്പത്ത് വിതരണ രീതി ശാസ്ത്രം എന്താണ്? ഇന്ന് വരെ കൃത്യമായി നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. പരിഹരിക്കാൻ കഴിയാത്ത വിഷയമായി കിടക്കുകയാണ്. അള്ളാഹു അത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യം ഒരു വലിയ വിഷയമാണ്. ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ഒരുപാട് മാർഗങ്ങൾ മനുഷ്യൻ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും അതിലൊരു സന്മാർഗമുണ്ട്. ആ സന്മാർഗമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സന്മാർഗം. എല്ലാ വിഷയത്തിലും ഇസ്ലാമിന്റെ മാർഗമുണ്ട്. ഇസ്ലാമിന്റെ പ്രശ്നത്തിന് പരിഹാരമാണ് ഇസ്ലാം. എല്ലാ പ്രശ്നങ്ങൾക്കും പ്രശ്ന പരിഹാരത്തിന് പല മാർഗങ്ങൾ ഉണ്ടാകും. ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാർഗമായിരിക്കും ആ വിഷയത്തിലുള്ള സന്മാർഗം. ഇത് നമുക്ക് കൃത്യമായി പരിശോധിച്ചാൽ മനസ്സിലാകുന്ന സംഗതികളാണ്. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ശ്രമിക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ചില തത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിൽ ജന്തുജാലങ്ങളെ, ജീവജാലങ്ങളെ സൃഷ്ടിച്ചു വെച്ചു. ആ ജീവജാലങ്ങൾക്ക് മുഴുവനും കഴിക്കാനുള്ള വിഭവങ്ങളും അവൻ ഈ പ്രകൃതിയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. കൃത്യമാണെല്ലാം, വളരെ വ്യക്തമാണെല്ലാം. ആ കൂട്ടത്തിൽ മനുഷ്യവർഗത്തിന് അല്ലാഹു തആല സമ്പാദ്യത്തോടുള്ള
ഒരാഭിമുഖ്യം കൊടുത്തിട്ടുണ്ട്. സമ്പത്തിനോടൊരാഗ്രഹമാണ്. സമ്പത്തിനോട് ആഗ്രഹമുണ്ട് എന്ന് തന്നെയല്ല, അത് സ്വന്തമാക്കാനും അതിന്റെ ഉടമസ്ഥനാകാനുമുള്ള ഒരു മാനസികാവസ്ഥ മനുഷ്യനുണ്ട്. അതുള്ളത് കൊണ്ടാണ് നമ്മൾ പണിക്ക് പോകുന്നത്. ഇല്ല, ആരാ പണിക്കുക? ആരാണ് ജോലി ചെയ്യുക? എനിക്ക് വേണം എന്ന ഒരാഗ്രഹം അല്ലാഹു തആല തന്നതാണ്. അത് വെറുതെ തന്നതല്ല. എന്നാൽ മനുഷ്യന്റെ ഈ ത്വരതയെ, പ്രകൃതിപരമായി അല്ലാഹു കൊടുത്ത ഈ വാസനയെ കയറൂരി വിടാൻ പാടില്ല. അങ്ങനെ കയറൂരി വിട്ടാൽ അവൻ പിശുക്ക് കാണിക്കും. അതുപോലെ അന്യന്റേത് അർഹതയില്ലാതെ വാരിക്കൂട്ടാൻ നോക്കും. ഇത് രണ്ടിനുമുള്ള നിയന്ത്രണമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ സാമ്പത്തിക നിയന്ത്രണം. ആ സാമ്പത്തിക നിയന്ത്രണത്തിന്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ പറയുന്നതും റസൂലുള്ളാഹി പറയുന്നതും സമഗ്രമായി നമ്മൾ പരിശോധിച്ചാൽ വളരെ വ്യക്തമായി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള ഫോർമുല നമുക്കതിൽ കാണാൻ കഴിയുന്നതാണ്. എന്നാൽ ലോകത്ത് ഇസങ്ങൾ ഉണ്ടാക്കി ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണമെങ്കിൽ സ്വത്ത് സമമായി എല്ലാവർക്കും ഭാഗിക്കണം. അതിന്റെ ഉടമാവകാശം ഗവൺമെന്റിനായിരിക്കണം. അങ്ങനെ ഇസങ്ങൾ ഉണ്ടാക്കി എന്താ നടന്നത്? അല്ലാഹു തആല ജനങ്ങൾക്ക് കൊടുത്ത ഈ വാസനയെ ചൂഷണം ചെയ്തു, അതില്ലാതാക്കി. അതായത് ആർക്കും സമ്പാദിക്കാൻ കഴിയില്ല എന്ന ഒരവസ്ഥ വന്നു. അതുകൊണ്ട് ആളുകൾ പണിക്ക് പോയില്ല. 70 കൊല്ലം ഈ ഭൂമി ലോകത്ത് പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ടു പോയി അത്തരം വിസങ്ങളെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതിന്റെ നേരെ മറുപുറത്ത് വന്നത് മുതലാളിത്താണ്. ആ മുതലാളിത്തമാണ് ഇന്ന് ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത്. നിയന്ത്രണമില്ലാത്ത സമ്പാദ്യം. യുദ്ധങ്ങളുടെ കാര്യമൊക്കെ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് അതാ മനസ്സിലാകുക. ഇന്ത്യ അടുത്തുള്ള എനിക്ക് വേണം, ഇന്ത്യ അടുത്തുള്ളത് എനിക്ക് വേണം. അതീ പറയുന്നത് ആ വ്യക്തികളാണെങ്കിലും രാഷ്ട്രങ്ങളാണെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അതാണ്. അമിതമായ സമ്പാദ്യമോഹം. അതുകൊണ്ട് ഇന്ന് ലോകാടിസ്ഥാനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, ഈ ലോക ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലോക ബാങ്കിൽ നിന്ന് ഒരുപാട് രാജ്യങ്ങൾ കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൾഫ് യുദ്ധമാണ് വിഷയം. ഒരുപാട് രാജ്യങ്ങൾ ലോക ബാങ്കിന് അപേക്ഷ കൊടുത്തിരിക്കുകയാണ്, ഞങ്ങൾക്ക് കടം വേണം എന്ന് പറഞ്ഞുകൊണ്ട്. ലോക ബാങ്ക് കടം കൊടുത്താൽ മുതൽ തിരിച്ചു കൊടുക്കണം, പലിശയും കൊടുക്കണം, പോരാ. അവരെന്താണോ പറയുന്നത് ആ നിയമങ്ങളൊക്കെ പാലിച്ച് അവരുടെ വാലാട്ടികളായി നിന്ന് കൊടുക്കണം. ഈ ഒരു അവസ്ഥയിലേക്ക് സാമ്രാജ്യത്വം വളർന്നിരിക്കുകയാണ്. ഇതെല്ലാമാണ് ലോകത്ത് അള്ളാഹുവിന്റെ നിയമമല്ലാത്ത രൂപത്തിൽ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ ആളുകൾ തുനിഞ്ഞാൽ ഉണ്ടാകുന്നത് എന്ന് അക്ഷരാർത്ഥത്തിൽ മനസ്സിലാക്കി തരുന്നതാണ്. ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഭൂമിയാണിത്, അള്ളാഹുവിന്റെ സമ്പത്താണിത് എന്ന ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുകയും ഞാൻ ഈ ചെലവാക്കുന്നതിനും ഞാൻ ഈ ഉണ്ടാക്കുന്നതിനും ഉടമയോട് കണക്ക് പറയേണ്ടി വരുമെന്ന ബോധത്തോടു കൂടി ജീവിക്കുകയും ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇതാണ് സമ്പദ് വിതരണ രീതി ശാസ്ത്രം വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കരുതലോടെ ജീവിക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യും. അല്ലാഹു അതിൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്പത്തിനെ സംബന്ധിച്ച് ഇസ്ലാം എന്താ പറയുന്നത്? ഇസ്ലാം പറയുന്നത് ഇത് വ്യക്തികളുടേതല്ല, ഇത് ഗവൺമെന്റിൻ്റെതുമല്ല, ഇത് എന്റേതാണ്. ആരത്? അള്ളാൻ്റെത്. അള്ള സൃഷ്ടിച്ച സമ്പത്ത് അള്ളാൻ്റെതാണ്. അപ്പൊ നമ്മളതാണെന്ന് പറയുന്നതോ? നമ്മളതാണെന്ന് പലരും പറഞ്ഞിട്ടില്ലേ? നമ്മൾ പറക്കുന്ന ഭൂമിയെ പറ്റി നമ്മളതാണെന്ന് പറയുന്നതിന് മുമ്പ് എത്ര തലമുറ പറഞ്ഞു നമ്മളതാണ്?
ഇനി എത്ര പറയും? ഇതാരുടേതല്ല, അള്ളാൻ്റെതാ. തൽക്കാലം പരീക്ഷണാർത്ഥം അല്ലാഹു തആല ആളുകളുടെ കയ്യിൽ ഏറ്റ വ്യത്യാസം അനുസരിച്ച് കൊടുത്തതാ. ചിലർക്ക് കൂടുതൽ കൊടുക്കും, ചില ആൾക്ക് കുറച്ച് കൊടുക്കും. കുറച്ച് കൊടുത്തവൻ അതുകൊണ്ട് പൊരുത്തപ്പെടുന്നുണ്ടോ? കൂടുതൽ കൊടുത്തവൻ ഇല്ലാത്തവനെ പരിഗണിക്കുന്നുണ്ടോ? ഇതാണ് പരിശോധന. ഈ പരിശോധനയ്ക്ക് വേണ്ടി അല്ലാഹു തആല തൽക്കാലമായി നമ്മെ ഖലീഫയാക്കിയതാണ്, പ്രതിനിധിയാക്കിയതാണ്. അതുകൊണ്ട് ഫഖർ, ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ചികിത്സയില്ലാത്ത രോഗമല്ല, അതിന് മരുന്നുണ്ട്. ആ മരുന്നും അല്ലാഹു തആല പറഞ്ഞു തന്നിട്ടുണ്ട്. വ്യക്തികളോട് പറഞ്ഞു കൊടുത്തത് നിങ്ങൾ അധ്വാനിക്കണം, നിങ്ങൾ അതിന് പണിയെടുക്കണം. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂല, ഭൂമിയെ വിധേയമാക്കി തന്നിരിക്കുന്നു, പാകപ്പെടുത്തി തന്നിരിക്കുന്നു. ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിൻ റിസ്ഖിഹി, നിങ്ങൾ സഞ്ചരിക്കുക ഭൂമിയിലൂടെ, എന്നിട്ട് അല്ലാഹുവിന്റെ റിസ്ഖ് നിങ്ങൾ ആഹരിക്കുക. അതിവിടെ അല്ലേ വേറൊരു സ്ഥലത്തുണ്ടാകും. ഭൂമി നിങ്ങൾക്ക് വിധേയമാക്കി തന്നിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ നിങ്ങൾ സമ്പാദിക്കുമ്പോൾ ഓർമ്മ വേണം, വഇലൈഹിൻ നുശൂർ, അല്ലാഹുവിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അഭിഹിതമായി സമ്പാദിക്കരുത്. അതുപോലെ തന്നെ അല്ലാഹു ചെലവിന്റെ ഇനത്തിൽ പറഞ്ഞു, വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ. അവർ ചെലവാക്കുകയാണെങ്കിൽ അമിതമാക്കുകയില്ല, വല്ലാതെ ചുരുക്കിക്കളയുകയുമില്ല. അതിന്റെ ഇടയിൽ ഒരു മിതമായ മാർഗം അവർ സ്വീകരിക്കുന്നതാണ്. അപ്പൊ എന്ത് വേണ്ട? പിശുക്ക് വേണ്ട, ദുർവ്യയവും വേണ്ട, ഇസ്രാഫ് വേണ്ട. എന്താ ഇസ്രാഫ്? ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താ? അമിതാകുക. ഹറാമായ മാർഗത്തിൽ ഒരു ചില്ലിക്കാശ് ചെലവാക്കിയാൽ അത് അമിതാണ്, ഇസ്രാഫാണ്. ഇനി ഹലാലായത് തന്നെയാണ്. നമ്മുടെ മുന്നിൽ ഒരു ആവശ്യമുണ്ട്, കീസെ പൈസയുണ്ട്, ആ ആവശ്യത്തിനേക്കാൾ കൂടുതൽ ചെലവാക്കി, അത് ഇസ്രാഫാണ്. ഇനി നമ്മുടെ കയ്യിലുള്ള വരുമാനത്തെക്കാൾ കൂടുതലായി നമുക്ക് താങ്ങാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ ചെലവാക്കുകയാണെങ്കിൽ അതും ഇസ്രാഫാണ്. അതുകൊണ്ട് ചെലവാക്കുമ്പോ കൃത്യമായി അറിയണം എങ്ങനെ ചെലവാക്കണം, എങ്ങനെ സമ്പാദിക്കണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ സമ്പാദിക്കുക, പൊരുത്തത്തിൽ ചെലവാക്കുക, ഇതാണ് വേണ്ടത്. പിന്നെ പൈസ ഉള്ള ആൾക്കാർ ചെയ്യേണ്ട വേറൊരു പണി പറഞ്ഞു അല്ലാഹ്, കുടുംബക്കാർക്കൊക്കെ കുറച്ച് കൊടുക്ക്. പാവപ്പെട്ടവരുണ്ട്, അവർക്ക് കൊടുക്കണം. യാത്രക്കാർക്ക് കൊടുക്കണം. ദൂർത്തടിച്ച് കളയല്ലേ. കുടുംബക്കാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ പറയാ ദൂർത്തടിക്കരുത്. എന്താ പറഞ്ഞത്? ദൂർത്തടിക്കാന്നല്ല, പിന്നെ കുടുംബത്തിനും പാവപ്പെട്ടവർക്കൊന്നും കൊടുക്കാനുണ്ടാവൂല. ചെലവാക്കുന്നത് കരുതി ചെലവാക്കുകയും വേണ്ടാത്തതിൽ ചെലവാക്കാതിരിക്കുകയും ചെയ്താൽ കയ്യിൽ പൈസ ഉണ്ടാവും. ആ പൈസ എനിക്ക് കുടുംബത്തിനും പാവപ്പെട്ടവർക്കൊക്കെ ചെലവാക്കാൻ കഴിയും. ഈ രൂപത്തിൽ അള്ളാഹ് തന്ന സമ്പത്ത് കൈകാര്യം ചെയ്തിട്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തണമെന്ന് അള്ളാഹു നമ്മോട് പറഞ്ഞിട്ട് നമ്മൾ അത് കേൾക്കാതെ ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റക്കാർ നമ്മൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് സമ്പാദിക്കുക, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് ചെലവാക്കുക. എന്തിന്? അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, മഹ്ശറയിൽ കാലെടുത്ത് അങ്ങോട്ട് വെക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കണം. അതിൽപ്പെട്ട ഒന്നാണ് അവന്റെ ധനം എവിടെ നിന്നുണ്ടാക്കിയെന്നും എവിടെ ചെലവാക്കിയെന്നും പറഞ്ഞു കൊടുക്കണം. ചില്ലറ വിചാരണയല്ല. നമ്മൾ പറയുന്നത് എന്നിട്ട് വലിയ പൈസയൊന്നുമില്ല, നമ്മളെ കൈ കൊണ്ട് എണ്ണിയ പൈസ കണക്കൂട്ടിയ കോടിക്കണക്കിന് ഉണ്ടാവും. ഇതിന്റെ ഒക്കെ മറുപടി പറയണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് കൃത്യമായ ബോധത്തോടു കൂടി ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഹലാലായത് സമ്പാദിക്കാനും ഹലാലായ മാർഗത്തിൽ ചെലവാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ കടങ്ങളെല്ലാം അള്ളാഹു വിട്ടുതരുമാറാകട്ടെ. അള്ളാഹുവേ, നീ പൊരുത്തപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. സ്വർഗപ്രവേശനത്തിന്റെ തടസ്സമാകുന്ന വല്ല വിചാരവും വിശ്വാസവും ചിന്താഗതികളും പ്രവർത്തനങ്ങളും ഒക്കെ ഞങ്ങളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചറിഞ്ഞ് തിരുത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. കുടുംബസമേതം സ്വർഗത്തിലേക്ക് പോകുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, പ്രവാസികളായ ഞങ്ങളുടെ സുഹൃത്തുക്കളെ അവർക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനെ. അവർക്ക് കൂടുതൽ
അനുഗ്രഹങ്ങൾ ചൊരിയണേ റഹ്മാനെ. ഗൾഫ് മേഖലയിലുള്ള പ്രതിസന്ധികളെല്ലാം പരിഹരിക്കണേ റഹ്മാനെ. അതൊരു പരീക്ഷണമായി ഞങ്ങൾക്ക് നീ മാറ്റരുതേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.